പൊറോട്ടയൊക്കെ ബാക്കി വന്നാൽ കൊത്തു പൊറോട്ടയോ അല്ലെങ്കിൽ ചട്ടിപ്പത്തിരിയോ അതും അല്ലെങ്കിൽ മുട്ട പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കില്ലേ അധികവും. എന്നാൽ ഇനി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് ഇന്ന് നമ്മൾ ബാക്കിയുള്ള പൊറോട്ട വെച്ചിട്ട് ചെയ്യുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൽ പൊറോട്ടയാണ് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പൊറോട്ട വെച്ചിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല കേട്ടോ. അത്രക്കും അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള 2 പൊറോട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജാർ അടിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൾസ് ചെയ്ത് അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൊടിച്ച് എടുക്കേണ്ട, ഒരുപാട് പൊടിഞ്ഞ് വരണ്ട, ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ 2 പൊറോട്ടയും ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളകാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. അതുപോലെ കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊറോട്ടയിൽ ഉപ്പുണ്ടാവും, പിന്നെ നമ്മൾ ഈ ഒരു കടലമാവും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, നമ്മൾ മാവൊന്ന് റെഡിയാക്കി എടുക്കുന്ന അത്രയും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ, പൊറോട്ടയിൽ ഉപ്പ് ഉണ്ടായത് കാരണം. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. ഇതൊന്ന് സ്റ്റിക്കി ആവാൻ പാകത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കൂടുതലാവണ്ട. അപ്പോൾ വെള്ളം പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുക്കാം. ഒരു ചെറിയ വലിപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ. ഇത്രയും വലിപ്പത്തിൽ എടുത്താൽ മതി. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ഓരോ പോർഷനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വലുതായിട്ട് വേണ്ട, ചെറുതായിട്ട് ഇരുന്നാലേ ഉള്ളൂ, പെട്ടെന്ന് അതങ്ങ് മൊരിഞ്ഞ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കളറായിട്ട് വന്നാൽ നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല മൊരിഞ്ഞിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്